UDFിൻ്റെ ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി UDF സംസ്ഥാന കൺവീനർ ബെന്നി ബെഹനാൻ നമ്മളോടൊപ്പം. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സിറ്റിംഗ് MP ആയി ഇന്നസെൻ്റ് മത്സരിച്ച ഒരു മണ്ഡലം, അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ വിജയപ്രതീക്ഷകൾ? വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് പൂർണ്ണമായും വിജയപ്രതീക്ഷയുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. കാരണം ഈ നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റുകൾ തമ്മിൽ വെച്ചുമാറിയ തമ്മിൽ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ, അത്തരത്തിൽ അത് പാർട്ടിക്കാർ തന്നെ, പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ചില അനിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പാർട്ടി വോട്ടുകൾ മറ്റൊരു ചേരിയിലേക്ക് പോയി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ച എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിൽ ഇത്തവണ വോട്ട് ചോർച്ച ഇവിടെ ഉണ്ടാകാൻ സാധ്യത? ഈ പ്രാവശ്യം ഒരു വോട്ട് ചോർച്ചയുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പ്രാധാന്യം. നമുക്കറിയാം, BJP ഗവൺമെൻറ് രാജ്യത്ത് അപകടകരമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന വർഗീയ ശക്തികളെയും പ്രതിലോമകാരികളെയും ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് BJPയുടെ ഭരണകാലഘട്ടത്തിൽ കണ്ടത്. അതുകൊണ്ട് ഏത് തലത്തിലും BJPയുടെ RSS സംഘപരിവാർ സഖ്യത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രാധാന്യം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. കേരളത്തിലെ ഈ ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണ്. ഭരണസ്തംഭനമുണ്ടാകുന്നു, ക്രമസമാധാന തകർച്ചയുണ്ടാകുന്നു, വികസന മുരടിപ്പുണ്ടാകുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായി കൊലപാതക രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്ത് അതിൻ്റെ എല്ലാ അതിരുകളും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ വിലയിരുത്തുന്നു. അതുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെയേറെ യോജിപ്പോട്, കെട്ടുറപ്പോട്, വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ, ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ വലിയ വിജയം ഈ പ്രാവശ്യം ജനാധിപത്യ മുന്നണി കൈക്കലാക്കും. അതോടൊപ്പം ഇത്തവണ എന്തൊക്കെയായിരിക്കും പ്രചരണ വിഷയങ്ങളായി? ഈ ചാലക്കുടി മണ്ഡലത്തിലെ വികസനം മാത്രമാണോ, മറ്റ് എന്തൊക്കെയായിരിക്കും പ്രചരണ വിഷയം? ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ചാലക്കുടി മണ്ഡലത്തിലെ വികസനം മാത്രമല്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ സവിശേഷത, സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലാണ്. വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഉള്ള മത്സരത്തെക്കാൾ ഉപരിയായി ഈ തെരഞ്ഞെടുപ്പിൽ 2-3 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അത് ജനാധിപത്യവും ഫാസിസവും തമ്മിൽ, മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വലിയ ഇപ്പോഴും ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്, അഭിമാനം നൽകുന്ന ഒന്നാണ് ഗാന്ധിയെക്കുറിച്ചുള്ള സ്മരണകളും ഗാന്ധിയുടെ ചിന്തകളും. ഇന്ന് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിലാണ് പോരാട്ടം. കാരണം മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനും മഹാത്മാഗാന്ധിയുടെ ഘാതകനായ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാനും നടത്തുന്ന ശ്രമമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ രാഷ്ട്രീയ അജണ്ട. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങളെ, ജനാധിപത്യ സംസ്കാരത്തെ, ഗാന്ധിയൻ ചിന്തകളെ സംരക്ഷിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ്. അത് നിറവേറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക, അത് സാധാരണഗതിയിൽ ഇത്രയും തർക്കങ്ങളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു മുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തവണ ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ ചില തർക്കങ്ങൾ തുടരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്രാവശ്യം ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള വടംവലിയായിരുന്നില്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഈ പ്രാവശ്യമുണ്ടായിരുന്നു. അതിൽ നേരത്തെ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെങ്കിലും 4 നിയോജകമണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന കൂടി നടക്കേണ്ടി വന്നു. പക്ഷേ അവസാനം ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും മനസ്സിലായി, ഈ കോൺഗ്രസ്സിന് അവതരിപ്പിക്കാൻ പറ്റുന്ന വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം നിർത്തിയിരിക്കുന്നത്. അത് തന്നെ ഞാൻ അവസാനം കെ മുരളി വടകരയിൽ വളരെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നൊരാഗ്രഹം കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു, ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കുണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ KPCC പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിന് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചതുകൊണ്ട് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്വാഭാവികമായി ഒരു അന്വേഷണം നടക്കേണ്ടി വന്നു. കാരണം അവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സവിശേഷതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടത് വടകരയുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിൻ്റെ പൊതുവായ വികാരമാണ്.
അതിനനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഞങ്ങൾ നടത്തി. അതിനല്പം കാലതാമസമുണ്ടായി. അതൊന്നും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാലതാമസമല്ല അത്. അത് കാസർഗോഡ് മണ്ഡലത്തിലടക്കം രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അപ്രതീക്ഷിതമായി ലിസ്റ്റിലില്ലാതെ ഉണ്ണിത്താൻ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി വരുന്നു. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ എതിർപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു. കാരണം ജില്ലയിൽ നിന്നും DCCയുടെ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ പറഞ്ഞിരുന്നു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവിടെ നിന്നും നിർദ്ദേശിച്ച പേരുകൾ ആ ജില്ലയിൽ തന്നെ പെട്ട ആളുകളാണ്. പക്ഷേ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ജില്ലാ തലത്തിൽ മാത്രം നിന്നുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചുകൂടി വിശാലമായി കോൺഗ്രസ് പാർട്ടി ചിന്തിച്ചപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അതെല്ലാം ഉണ്ടായ നൈമിഷികമായ ഒരു വികാരപ്രകടനം മാത്രമാണ്. അതെല്ലാം പരിഹരിക്കപ്പെട്ടു. എല്ലാവരും ശ്രീ ഉണ്ണിത്താൻ്റെ വിജയത്തിന് വേണ്ടി വളരെ സജീവമായി അവിടെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. എറണാകുളം മണ്ഡലത്തിൽ അവസാനം വരെ കേട്ടത് സിറ്റിംഗ് MPമാരെ മത്സരിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സിറ്റിംഗ് MP ആയിരുന്ന KV തോമസിന് തന്നെയായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. എന്നാൽ അവിടെ MLA ആയ ഹൈബി ഈഡനെ മത്സരിപ്പിച്ചു. അതിലൂടെ തോമസ് മാഷിന് തന്നെ ചെറിയ ഒരു നീരസം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയുണ്ടായി. എന്താണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ തോമസ് മാഷിനെ ഇനി എങ്ങനെയായിരിക്കും പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുന്നത്? തോമസ് മാസ്റ്ററിന് സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി മറ്റു പല തലങ്ങളിലും പരിഗണിക്കുമെന്ന കാര്യം സംശയമില്ല. അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം MPയും MLAയും സംസ്ഥാനത്തും കേന്ദ്രത്തിലും മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. വളരെ അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയുടെ സേവനം കോൺഗ്രസ് പാർട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തോമസ് മാസ്റ്ററെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയതല്ല. സ്ഥാനാർത്ഥി പ്രാവശ്യം അദ്ദേഹത്തെ മാറ്റി CIB എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു പരിഗണന കൊടുത്തു. എന്നാൽ പോലും തോമസ് മാസ്റ്റർ പാർട്ടി തത്തുല്യമായ പരിഗണന കൊടുക്കും എന്ന, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പരിഗണന കൊടുക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതോടൊപ്പം ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ തൃക്കാക്കര MLA ആയിരുന്നു. അവിടെ നിന്ന് മാറ്റി പകരം മറ്റൊരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. അന്ന് തന്നെ ഒരു പാർലമെൻറ്റ് സീറ്റ് അത് ഉറപ്പിച്ചതാണ്. ദേശീയ നേതൃത്വം അവസാന നിമിഷവും ഒരു എതിർപ്പുകളും കൂടാതെ ബെന്നി ബെഹനാനെ തന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞു എന്നാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിയതിൻ്റെ ഒരു കോമ്പൻസേഷനായി ഞാനിതിനെ കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ അവസരം കിട്ടാത്തതുകൊണ്ട് ഒരു പരാതിയുമില്ലാത്ത ആളായിരുന്നു ഞാൻ. പാർട്ടി എടുത്ത തീരുമാനത്തെ എല്ലാം പൂർണ്ണ മനസ്സോടുകൂടി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സജീവമായി ആ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. അതിനുശേഷം പാർട്ടി എന്നെ പലതരത്തിലും പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ UDF കൺവീനറാക്കിയ ഒരു പാർട്ടിയാണ്. ഈ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ജന്മസ്ഥലം കൂടി ഉൾക്കൊള്ളുന്ന ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ എന്നെ പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എനിക്കൊരു ഒരു 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 മാറ്റി നിർത്തിയതിൻ്റെ ഒരു കോമ്പൻസേഷനല്ല. മാറ്റി നിർത്തിയെന്ന് വിശ്വസിക്കുന്നില്ല. എന്നെ പാർട്ടി പരിഗണിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കോമ്പൻസേഷൻ ആവശ്യമില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എന്നെ മറ്റു ചില പരിഗണനകളാണ് എന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ്? എൻ്റെ ഒരു സുഹൃത്താണ് എതിർ സ്ഥാനാർത്ഥി. മറ്റു തലത്തിലുള്ള ഒരു ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉന്നയിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഞാനും സ്ഥാനാർത്ഥിയാണ്, ശ്രീ ഇന്നസെൻ്റ് സ്ഥാനാർത്ഥിയാണ്. ആരാണ് ചാലക്കുടിക്ക് അനുയോജ്യനായ MP എന്നതിനെക്കുറിച്ച് ജനങ്ങൾ വിധി എഴുതട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ബെന്നി ബെഹനാൻ MP ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു വാഗ്ദാനം? അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ എന്ന MPയിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? എനിക്ക് വാഗ്ദാനമില്ല. വാഗ്ദാനം എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, എനിക്ക് ഒറ്റ കാര്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖദുഃഖത്തിൽ പങ്കുചേരാൻ അവരുടെ ഒരു സഹപ്രവർത്തകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ ഞാൻ അവരോടൊപ്പം എന്നും ഉണ്ടാകും എന്ന ഒരു ഉറപ്പാണ് എനിക്കുള്ളത്. ഞാനത് വാഗ്ദാനമാണ്. പിന്നെ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പ്രദേശത്തിൻ്റെ പ്രാദേശികമായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് പരിഹരിക്കേണ്ടത് പരിഹരിക്കും, നേടിയെടുക്കും, എത്തിക്കേണ്ടത് എത്തിക്കും. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റൊരു ചോദ്യം, UDF കൺവീനർ സ്ഥാനത്ത് നിന്നും MP സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ UDF കൺവീനർ സ്ഥാനത്ത് ആര് വരും? അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. UDF കൺവീനർ സ്ഥാനത്ത് മാറണമെന്നോ അല്ലെങ്കിൽ അത് മാറ്റണമെന്നോ എന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം അന്തിമമായി തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടി നേതൃത്വമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നെ UDF കൺവീനറായി നിയോഗിച്ചത്. അതിൻ്റെ സ്വാഭാവികമായും ഞാൻ ഇനിയും
എൻ്റെ പ്രവർത്തനം UDF തുടരണമോ, കൺവീനർ നിലയിൽ തുടരണമോ, അതെയോ മറ്റു തലത്തിൽ തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവരാണ്. അവർ തീരുമാനിക്കുന്ന ഏത് തീരുമാനം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാകും. തീർച്ചയായും ബെന്നി ബെഹനാൻ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.